എന്ത് തന്നെയാലും ഞങ്ങൾക്ക് ഈ ബസ് സർവീസ് നടത്താൻ പറ്റാത്ത സാഹചര്യമാണ്. ഏതാനും ദിവസങ്ങൾക്കും ഞങ്ങൾ ബസ് സർവീസ് നിർത്തിവെക്കും. ഇതിനൊരു പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ വടകര വില്യാപ്പള്ളി തണ്ണീർപന്തൽ റോഡ് യാത്ര ദുസ്സഹം. സർവീസ് നിർത്തിവെക്കാൻ ഒരുങ്ങുകയാണ് സ്വകാര്യ ബസ് ഉടമകൾ. നവീകരണം നടക്കുന്ന റോഡിൽ നിറയെ കുഴികളാണ്. റോഡ് പണി കാരണം മുഴുവൻ സ്ഥലങ്ങളിലും മണ്ണ് കൂട്ടിയിട്ടതിനാൽ മഴ പെയ്തതോടെ ചെളിവെള്ളം റോഡിൽ കെട്ടിക്കിടക്കുന്നുമുണ്ട്. ഡ്രൈവർമാർക്ക് റോഡിലെ കുണ്ടും കുഴിയും മനസ്സിലാക്കാത്ത പ്രശ്നമുണ്ട്. ബസ്സുകളുടെ അറ്റകുറ്റപ്പണികൾ വർദ്ധിച്ചു. റോഡ് പണി ഉടൻ പൂർത്തിയാക്കിയില്ലെങ്കിൽ സർവീസ് നിർത്തിവെക്കുമെന്ന് വടകര പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി AP ഹരിദാസൻ അറിയിച്ചു. ഒരു തരത്തിലും സർവീസ് നടത്താൻ പറ്റാത്ത സാഹചര്യമാണെന്നും ഹരിദാസൻ ചൂണ്ടിക്കാട്ടി. ജനങ്ങളും ബസ് ഉടമകളും വാഹനത്തിൻ്റെ ഉടമകളും ഒരു പ്രതികരണ ശേഷിയില്ലാത്തൊരു വിധം ആയിപ്പോയി എന്നാണ് വടകരയിലുള്ള ബസ് ഉടമകളെ സംബന്ധിച്ച് പറയാനുള്ളത്. വടകര എന്ത് തന്നെയാലും ഞങ്ങൾക്ക് ഇനി ബസ് സർവീസ് നടത്താൻ പറ്റാത്ത സാഹചര്യമാണ്. ഏതാനും ദിവസങ്ങൾക്കും ഞങ്ങൾ ബസ് സർവീസ് നിർത്തിവെക്കും. ഇതിനൊരു പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ ചേലക്കാട് റോഡ് ഊരാളുങ്കൽ സൊസൈറ്റി വർക്ക് ഏറ്റെടുത്തിരിക്കെങ്കിലും വർക്ക് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 6 മാസത്തോളമായി. എങ്കിൽ കൂടി റോഡിൻ്റെ ഒരു വർക്കും തുടങ്ങിയില്ല. സൈഡ് കൾവർട്ടിൻ്റെതും മറ്റും വർക്കാണ് തുടങ്ങിയത്. റോഡ് ഗതാഗത യോഗ്യമാക്കി തരിക, താൽക്കാലികമെങ്കിലും ഒരു കുഴി അടച്ചിട്ട്, ഇല്ലെങ്കിൽ വില്യാപ്പള്ളി ചേലക്കാട് റൂട്ടിൽ ബസ് സർവീസ് നടത്താൻ തീരെ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ ബസ് ഡെയിലി ഒരു ട്രിപ്പ് പോയാൽ ഒരു ട്രിപ്പ് വർക്ക്ഷോപ്പ് പോകേണ്ട അവസ്ഥയാണ്. അതിന് പുറമെയാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഈ പ്രിയദർശിനി ബസ് സർവീസ് എന്ന് വെച്ചാൽ ഒരു നിത്യച്ചെലവിനുള്ള പൈസ എന്ന് വെച്ചാൽ ഡീസൽ അടിച്ചിട്ട് ഇതിനിപ്പോൾ അടുത്ത മാസം ക്വാർട്ടർ ടാക്സ് വന്ന് ഇൻഷുറൻസ് ഇതൊന്നും അടക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഇത് നാളെ ശരിയാവും ഞാൻ കുറേ കാലമായി സർവീസ് ഇത് മുന്തിക്കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ദയനീയാവസ്ഥ ഇവിടുത്തെ ബന്ധപ്പെട്ട അധികാരികൾ ഒന്നുകൂടി മനസ്സിലാക്കുക. അല്ലെങ്കിൽ ജനങ്ങൾ തെരുവിലിറങ്ങുന്നൊരവസ്ഥ ഏതാനും ദിവസങ്ങൾക്കകം വടകര ഉണ്ടാകും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ വടകരയിലെ സർവീസ് റോഡിൻ്റെയും വില്യാപ്പള്ളി ചേലക്കാട് റോഡിൻ്റെയും വർക്ക് പൂർത്തിയാക്കി തരണമെന്ന് ബന്ധപ്പെട്ട അധികാരികളോട് ആവശ്യപ്പെട്ടു. പൊട്ടിപ്പൊളിഞ്ഞ റോഡും കലുങ്ക് നിർമ്മാണവും ഓവുചാൽ പണിയും കൂടാതെ മഴയും ഇത് കാരണം സ്ഥിരമായി ഈ റോഡ് വഴി പോയിരുന്ന പലരും യാത്രയ്ക്ക് മറ്റ് റോഡുകളെ ആശ്രയിക്കുകയാണ്. കിഫ്ബി സഹായധനത്തോടെയുള്ള റോഡ് നവീകരണം തുടങ്ങിയിട്ട് മാസങ്ങളായി. കുറ്റ്യാടി നാദാപുരം മണ്ഡലം പരിധിയിലാണ് ഇപ്പോൾ പണി നടക്കുന്നത്. വടകര മണ്ഡലത്തിലെ വടകര മുതൽ അക്ലോത്ത് നട വരെയുള്ള ഭാഗം ഈ റോഡിൽപ്പെട്ടതാണെങ്കിലും സ്ഥലമെടുപ്പ് പൂർത്തിയാക്കാത്തതിനാൽ ആദ്യഘട്ടത്തിൽ ഉൾപ്പെട്ടിട്ടില്ല. കൂട്ടങ്ങാരം, മയ്യന്നൂർ, അമരാവതി, വില്യാപ്പള്ളി തുടങ്ങിയ ഭാഗങ്ങളിൽ കലുങ്ക് നിർമ്മാണവും ഓവുചാലിന്റെ പ്രവൃത്തിയും നടത്തുന്നുണ്ട്. ഇവിടങ്ങളിലെല്ലാം റോഡിന്റെ സ്ഥിതി ശോചനീയമാണ്. കലുങ്ക് നിർമ്മാണം നടക്കുന്ന ഭാഗങ്ങളിൽ ഒരു ഭാഗത്തു കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഇത് രാവിലെയും വൈകുന്നേരവും ഗതാഗത കുരുക്കിനും കാരണമാകുന്നുണ്ട്. ഓവുചാൽ, കലുങ്ക് എന്നിവയുടെ പ്രവൃത്തിക്ക് ഇടയ്ക്ക് പെയ്യുന്ന മഴ തടസ്സമാണ്. ഈ പ്രവൃത്തി തീർന്നാൽ മാത്രമേ റോഡ് പണി ആരംഭിക്കുകയുള്ളൂ.